ഇനി നമ്മുടെ പ്രോഗ്രാമിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻസ് കൃത്യമായ അളവിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ഹെൽത്തി ആയിരിക്കും, അതുപോലെ തന്നെ ന്യൂട്രീഷൻ വാല്യൂ കറക്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ കാലറിയും പ്രോപ്പർ ആയിരിക്കും. ഇനി ഉച്ചയ്ക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് നമ്മൾ കാലറി മാനേജ് ചെയ്തുള്ള ഭക്ഷണമാണ് കഴിക്കാൻ പറയണത്. ഉച്ചയ്ക്ക് അവിടെ കാലറി മാനേജ് നടക്കുന്നുണ്ട്. അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ബാഡ് കാലറീസ് ഒരുപാട് നമ്മൾ എടുക്കാൻ പറയുന്നില്ല. അപ്പോഴും നമുക്ക് ആരോഗ്യത്തിന് നല്ലതായിട്ടാണ് വരുന്നത്. പിന്നെ വൈകിട്ട് നോക്കുകയാണെങ്കിൽ വീണ്ടും വെയിറ്റ് ലോസ് ആണെങ്കിൽ വീണ്ടും എഗൈൻ നമ്മൾ ഷേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ച് പേഴ്സണലൈസ് ചെയ്തൊരു ഷേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 നേരം ഭക്ഷണത്തോട് നമ്മൾ കൺവേർട്ട് ചെയ്യും. കഴിക്കുന്ന ഭക്ഷണം ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണത്തോട് നമ്മൾ കൺവേർട്ട് ചെയ്യും. പ്ലസ് നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര വെള്ളം കുടിക്കേണ്ട മെത്തേഡിൽ ശരിയായ മെത്തേഡിൽ വാട്ടറിലേക്ക് എടുക്കാൻ പറയും. ഇത്ര കിലോയ്ക്ക് ഇത്ര ലിറ്റർ വെള്ളം എന്ന രീതിയിൽ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറയും. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കുന്നത്. ഇതിന്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റോങ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ലോസ് നടക്കത്തില്ല. 3 നേരം ഭക്ഷണമാണ് നമ്മൾ വെയിറ്റ് ലോസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇടയിൽ വിശക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ കോച്ച് കൃത്യമായിട്ട് പേഴ്സണലൈസ് ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഈ റൊട്ടീനൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് നടക്കുന്നത്. അതല്ലാതെ ചുമ്മാ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് നടക്കത്തില്ല. അപ്പൊ നിങ്ങൾ വെയിറ്റ് ലോസിന് ശേഷവും ഇതുപോലുള്ള റൊട്ടീൻസ് കീപ്പ് ചെയ്ത് പോവുക. ഇപ്പൊ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ബാലൻസ്ഡ് ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾ കുറച്ച് വെയിറ്റ് നിങ്ങൾക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതല്ലാതെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് വലിച്ചൊരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വെയിറ്റ് ഗെയിൻ ആവും. ഒറ്റ മാസത്തെ കൊണ്ട് വെയിറ്റ് ഗെയിൻ ആകത്തില്ല. ചിലപ്പോൾ 6 മാസം ഉണ്ടായിരിക്കും, ചിലപ്പോൾ 1 വർഷം ഉണ്ടായിരിക്കും, ചിലപ്പോൾ 2 വർഷം ഉണ്ടായിരിക്കും വെയിറ്റ് ഗെയിൻ ആവുന്നത്. പക്ഷേ ആ ഒരു വെയിറ്റ് ഗെയിനിലോട്ട് പോകാതിരിക്കുക. വെയിറ്റ് കുറയ്ക്കാൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കുറച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഹാബിറ്റ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വെയിറ്റ് ലോസ് മാത്രമല്ല, എഡ്യൂക്കേഷൻ സെക്ഷനിൽ കൂടെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് കഴിക്കാം, എന്ത് കഴിക്കാൻ പാടില്ല, എങ്ങനെ വെള്ളം കുടിക്കണം, എന്താണ് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോഴും അപ്ലൈ ചെയ്യുക, ആഫ്റ്റർ പ്രോഗ്രാമിന് ശേഷം അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് കോച്ചിങ്. നമുക്ക് ഇഷ്ടം പോലെ കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഒരു പ്രൊഡക്റ്റ് സെയിൽ മാത്രമല്ല, കൃത്യമായിട്ട് കോച്ചിങ്ങിലൂടെ പോയാൽ മാത്രമാണ് നമുക്ക് വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നെക്സ്റ്റ് കാലറി മാനേജിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വാട്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തരുന്നിട്ടുണ്ട്, ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. ഇത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഹാബിറ്റ് ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബോഡി വർക്കൗട്ട്. ഡെയിലി ബേസിസിൽ നമ്മളൊരു 45 മിനിറ്റ് മിനിമം നമ്മുടെ ബോഡിക്ക് വർക്കൗട്ട് കൊടുക്കണം. അത് നിങ്ങളുടെ ഹോം വർക്കൗട്ട് ആവാം, ജിമ്മിൽ പോയുള്ള വർക്കൗട്ട് ആവാം, നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് വർക്കൗട്ട് കൊടുക്കാം. വർക്കൗട്ടും കൂടെ ഇതിന്റെ പാരലായിട്ട് വന്നാൽ മാത്രമാണ് ഫാസ്റ്റായിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതല്ലാതെ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വെയിറ്റ് ലോസ് നടക്കത്തില്ല. പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് കീപ്പ് ചെയ്യണം, വാട്ടർ ഇൻടേക്ക് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വർക്കൗട്ട് ഉണ്ടായിരിക്കണം, പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ഡെയിലി ബേസിസ് ചെയ്താലാണ് നല്ല രീതിക്ക് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഇതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്സാങ് ആയിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. വെയിറ്റ് മാനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ് വേണ്ടത് അതിനെ കീപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എക്സസ് വെയിറ്റ് ആയിരിക്കും, അണ്ടർ വെയിറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റിൽ കീപ്പ് ചെയ്യുക. അതിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ് വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ കോച്ചിനോട് ചോദിച്ചിട്ട് അറിയുക, മനസ്സിലാക്കുക, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് വെയിറ്റ് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. ഓക്കെ.